ഹായ് മക്കളെ, ക്ലാസ് 10 ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. കാര്യം നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. 100% ഫ്രീ ആയിട്ടുള്ളതാണ്. ഒരു ബാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെൻറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തായാലും അറിയണം മക്കളെ. ഒരു ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി പോവുകയാണ്. എടാ മക്കളെ, സൈലത്തിൻ്റെ ഫോർ എക്സാമ്പിൾ 2027 നിങ്ങൾ എയിംസിൽ IIT എത്താൻ പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതല്ല, നിങ്ങൾ ഏത് എക്സാം, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങോട്ട് പോകണം, ഇപ്പോൾ അഗ്രികൾച്ചർ പോകണമെങ്കിൽ ഐക്കറാണ്, ഐസർ എഴുതണം, നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം, ഐസറിൽ എത്തണമെങ്കിൽ, അങ്ങനെ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസ് ഉണ്ട്. ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾ ബോർഡ് എക്സാം സാധാ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്താൽ ഇതൊന്നും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയാലും അതിന് കൃത്യമായ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് കൃത്യമായ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. നിങ്ങളിപ്പോൾ +10ാം ക്ലാസ് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് നിങ്ങൾ എല്ലാവരും പാസ്സാകും അല്ലേ? അത് കഴിഞ്ഞാൽ +1 +2 നിങ്ങൾ എവിടെ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്ന് തീരുമാനിക്കും. +2 കഴിഞ്ഞ് നിങ്ങൾ 2027 എഴുതാൻ പോകുന്ന ഈ എക്സാമുകൾ തീരുമാനിക്കുക നിങ്ങൾ +1 +2 എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് സൈലത്തിൻ്റെ ഒരു 2 ഇയർ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം. അതിലിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ അതിലേക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. 100% ഫ്രീ ആയിട്ട് സൈലത്തിൻ്റെ സ്കൂളിൽ സൈലത്തിൻ്റെ ടീച്ചേഴ്സിനൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ, സൈലത്തിൻ്റെ റെസിഡൻഷ്യൽ സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസ് 10 പഠിക്കുന്ന കുട്ടികൾക്ക് അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതേണ്ട എക്സാമിനേഷനാണ് സൈലത്തിൻ്റെ നെസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈലത്തിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, അപ്പം സൈലത്തിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഈ വർഷത്തെ നീറ്റിൻ്റെ റിസൾട്ടാണ്. 10 സ്റ്റുഡൻസ് 700+ എത്തിയിട്ടുണ്ട്. 3ാമത്തെ വർഷം ഓഫ്ലൈനിലാണ് ഈ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. 3ാമത്തെ വർഷം ഇത്രയും അധികം 700+ ക്രിയേറ്റ്, 3ാമത്തെ വർഷം എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത്രയും അധികം 700+ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. 3ാമത്തെ വർഷമാണ് ഒരു പ്ലാറ്റ്ഫോം ഇത്രയധികം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത്രത്തോളം MBBSകൾ. അപ്പം നിങ്ങളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗൗതമിൻ്റെ കാര്യം എടുത്തു പറയണം. കാര്യം സൈലത്തിൻ്റെ കൂടെ അല്ലേ 2 വർഷം മുമ്പ് 10ാം ക്ലാസ്സിൽ നിന്ന് ഈ എക്സാമിനേഷൻ എഴുതിയിട്ട് സൈലത്തിൻ്റെ സ്കൂളിൽ വന്ന് പഠിച്ചിട്ടാണ് ആൾ 700+ വാങ്ങിയത്. ആദ്യ ചാൻസിൽ, ഫസ്റ്റ് ചാൻസിലാണ് അദ്ദേഹം എന്ത് ചെയ്ത്, ഗൗതമ ആ ഒരു സ്കോറിലേക്ക് എത്തി. അപ്പം ഗൗതമ ആ ഒരു ഡിസിഷൻ 10ാം ക്ലാസ്സിൽ വെച്ച് സൈലത്തിൽ എത്താമെന്നുള്ള ഡിസിഷനാണ് 2 വർഷത്തിന് ശേഷം ഇവിടുന്ന് അവൻ മെഡിക്കൽ കോളേജിലേക്ക് എന്ത് ചെയ്യുന്നത്, TC വാങ്ങി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ വർഷം അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, പറഞ്ഞ 700+ലേക്കൊക്കെ സൈലത്തിൻ്റെ സ്കൂളിലേക്ക് എത്തും. കാര്യം അന്നാകെ 100 കുട്ടികൾ മാത്രമാണുള്ളത്. അതിൽ നീറ്റ് വളരെ കുറവ് ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരാൾ 700+ലേക്ക് എത്തി. നിങ്ങൾ ആലോചിക്കണം, അതും ആദ്യ ബാച്ചിൽ നിന്ന്. അപ്പം അത്രയധികം എന്താണ് ഓപ്പർച്യൂണിറ്റിയാണ് സൈലത്തിൻ്റെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും ഓരോ സ്ഥലത്തും എന്തായിട്ടുണ്ട്, പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സൈലത്തിൻ്റെ സ്കൂളിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി JEE-യിലായാലും അഡ്വാൻസിലായാലും ഞങ്ങൾക്ക് അത്രയധികം റിസൾട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി. ഒരു സ്ഥാപനം 2ാമത്തെ വർഷമാണ് JEE ബാച്ച് എന്ന് പറയുന്നത്. ആ 2ാമത്തെ വർഷത്തെ JEE ബാച്ചിൽ നിന്നാണ് ഈ റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇത്രയധികം ആളുകൾ JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്തിട്ട് IIT-യിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇവരുടെ കൂടെ അല്ലെ, ഇതുപോലെ തന്നെ ആ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ 2 ഇയർ പ്രോഗ്രാം 2027 നിങ്ങൾ ആ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അതിന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, അവിടേക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യസ് ബിഗസ്റ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ് സൈലം നെസ്റ്റ് എക്സാമിനേഷൻ. ഈ വരുന്ന ഓഗസ്റ്റ് 18-ാം തീയതി നടക്കാൻ വേണ്ടി പോകുകയാണ് മക്കളെ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് സിലബസ്? നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സിലബസ് തന്നെ, അത് MCQ ആയിട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. റെഡി? ഇതാണ് നിങ്ങളുടെ ഫിസിക്സിൻ്റെ സിലബസ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൈലം നെസ്റ്റ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കുക. ഈ ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അടുത്തൊരു മാസത്തേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകളും സപ്പോർട്ടീവായിട്ട് നമ്മൾ എന്ത് ചെയ്യും, തരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്സിൻ്റെ സിലബസ്. ഇത് കെമിസ്ട്രിയുടെ സിലബസ് ആണ്. ഇത് ബയോളജിയുടെ സിലബസ് ആണ്. കെമിസ്ട്രി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഫിസിക്സ് ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഈസ് ബയോളജിയുടെ സിലബസ് ആണ്. ആൻഡ് ഫൈനലി മാത്സിൻ്റെ സിലബസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും നീറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് നിങ്ങൾ JEE ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ JEE ആസ്പെക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഐസർ അതുപോലത്തെ എക്സാം ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും
അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്കുള്ള ഒരു കോഴ്സുകളാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. റെഡിയല്ലേ? അപ്പം നമ്മൾ മുമ്പോട്ട് പോകുകയാണ്. എക്സാം സെൻറ്റേഴ്സ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവും. ഒരുപാട് സെൻറ്ററുകൾ ഇത്തവണ കൂടുന്നുണ്ട്. സൈലം ഏകദേശം 20ഓളം സെൻറ്റേഴ്സാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് GCCയിലും ഇത്തവണ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഗൾഫിലുള്ള ആളുകൾക്ക് സൈലം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സൈലത്തിൻ്റെ തന്നെ നിങ്ങൾക്കറിയാം ഫിസിക്സ് വാലയുടെയും സൈലത്തിൻ്റെയും പ്ലാറ്റ്ഫോമിൽ ഒന്നായിട്ടുള്ള നോളജ് പ്ലാനറ്റിൽ അവിടുത്തെ സെൻറ്ററുകളിൽ വെച്ചിട്ട് സൈലം ഈ എക്സാം എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ അപ്പം എല്ലാവരും റെഡി ആയിക്കോളുക. ഡേറ്റ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ബാക്കി കാര്യങ്ങൾ ഓഗസ്റ്റ് 18 2 മുതൽ 3:30 വരെയാണ്, 2 to 3:30 ആണ് സമയമെന്ന് പറയുന്നത്. ഓഗസ്റ്റ് 18 സോ ആ കാര്യങ്ങൾ ഓർക്കുക. ദെൻ നിങ്ങൾക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാം, രജിസ്ട്രേഷന് വേണ്ടി സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വിളിക്കാം. അപ്പോൾ സൈലത്തിൻ്റെ സ്കൂളുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തോളൂ, കയറി വന്നോളൂ, അടിച്ചു പൊളിച്ച് 2027 ഇവിടുന്ന് TC വാങ്ങി നേരെ എയിംസ് IITകളിലേക്ക് നിങ്ങൾ എല്ലാവരെയും എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ എക്സാമിന് തയ്യാറെടുത്തോളൂ. 1 മാസം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.